നമസ്കാരം. 2025 ലോകത്തെ ശബ്ദങ്ങളുടെയും നിശബ്ദതകളുടെയും മുന്നേറ്റങ്ങളുടെയും മുറിവുകളുടെയും കഥ ഓർമ്മിപ്പിച്ച ഒരു വർഷമായിരുന്നു. കഴിഞ്ഞുപോയ വർഷങ്ങളിലെ അസ്ഥിരതകൾ തുടരുമ്പോഴും മനുഷ്യകുലം തന്റെ പ്രതിരോധ ശേഷിയും പരിണാമശക്തിയും വീണ്ടും വീണ്ടും തെളിയിച്ചു. യുദ്ധത്തിന്റെ നിഴലുകൾ മാറാതെ നിലകൊണ്ട ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം സമാധാനത്തിനായുള്ള ചെറുശ്രമങ്ങൾ പോലും വലിയ പ്രതീക്ഷകളായി മാറുന്ന കാഴ്ചകളും ലോകം കണ്ടു. ഉക്രൈൻ റഷ്യ സംഘർഷം തുടരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ നിലനിന്ന മാനവിക പ്രതിസന്ധികൾ മനുഷ്യ സമൂഹത്തിന്റെ മനസാക്ഷിയെ വീണ്ടും പരീക്ഷിച്ചു. ആയുധങ്ങളുടെ ഭാഷ ശക്തമായിരുന്നെങ്കിലും അതിനപ്പുറം മനുഷ്യ ജീവിതത്തിന്റെ വില ചോദ്യം ചെയ്ത സ്വരങ്ങളും ഉയർന്നു. യുദ്ധത്തിന്റെ നിഴൽ 2025 ലോകത്തെ വിട്ടുപോയില്ല. യൂറോപ്പിൽ ഉക്രൈൻ റഷ്യ സംഘർഷം തുടരുമ്പോൾ അത് വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല, ആഗോള രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക ഘടനകളുടെയും ആഴമുള്ള പ്രതിഫലനമാണെന്ന ബോധ്യം കൂടുതൽ ശക്തമായി. ആയുധങ്ങളുടെയും ഉപരോധങ്ങളുടെയും ഭാഷയ്ക്കൊപ്പം മനുഷ്യാവകാശവും അഭയാർത്ഥികളുടെ ദുരിതവും ലോകത്തിന്റെ മനസാക്ഷിയെ തുടർച്ചയായി കുത്തിപ്പൊള്ളിച്ചു. പശ്ചിമേഷ്യയിലും സംഘർഷങ്ങളുടെ തീവ്രത മനുഷ്യ ജീവിതത്തെ എത്രമാത്രം ഭീഷണിപ്പെടുത്തുന്നുവെന്ന് 2025 വീണ്ടും ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങൾ വാർത്തകളായപ്പോഴും യുദ്ധത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ വേദന പലപ്പോഴും വാക്കുകളില്ലാതെ തന്നെ നിലവിളിച്ചു. അതേസമയം സമാധാനത്തിനായുള്ള ശ്രമങ്ങളും ഈ വർഷം പൂർണ്ണമായി അസ്തമിച്ചില്ല. പല മേഖലകളിലും ഇടനിലക്കാരുടെയും രാജ്യാന്തര സംഘടനകളുടെയും ഇടപെടലുകൾ പൂർണ്ണ വിജയം കൈവരിച്ചില്ല എങ്കിലും സംഭാഷണം തുടരുന്നതിന്റെ മൂല്യം 2025 ലോകത്തെ പഠിപ്പിച്ചു. സംഭാഷണം തന്നെ ഒരു പ്രതിരോധമാണ് എന്ന ചിന്ത പല അന്താരാഷ്ട്ര വേദികളിലും ശക്തമായി ഉയർന്നു. വലിയ കരാറുകളെക്കാൾ ചെറുതെങ്കിലും വിശ്വാസം പുനർനിർമ്മിക്കുന്ന ശ്രമങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന ബോധ്യത്തിലേക്കാണ് ലോകം പതുക്കെ നീങ്ങിയത്. രാഷ്ട്രീയ രംഗത്ത് 2025 മാറ്റങ്ങളുടെ വർഷമായിരുന്നു. ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശക്തമായി ഉയർന്നു. തിരഞ്ഞെടുപ്പുകൾ വെറും അധികാരമാറ്റത്തിനായുള്ള ഉപാധി മാത്രമല്ല, ജനങ്ങളുടെ അസന്തോഷവും പ്രതീക്ഷകളും ഒരുമിച്ച് പ്രതിഫലിക്കുന്ന വേദിയാണെന്ന തിരിച്ചറിവ് ആഗോളമായി വ്യാപിച്ചു. അതേസമയം അധികാര കേന്ദ്രവൽക്കരണത്തിന്റെ പ്രവണതകളും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും പല രാജ്യങ്ങളിലും ചർച്ചയായി. സുരക്ഷ എന്ന പേരിൽ സ്വാതന്ത്ര്യം എത്രമാത്രം നിയന്ത്രിക്കപ്പെടണം എന്ന ചോദ്യത്തിന് 2025 ഒരൊറ്റ ഉത്തരമായേക്കില്ല. പകരം ആ ചോദ്യത്തിന്റെ സങ്കീർണത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. സാമ്പത്തികമായി 2025 ഒരു പുനഃസംയോജനത്തിന്റെ വർഷം എന്ന് പറയാം. മഹാമാരിക്ക് ശേഷമുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പുനർനിർമ്മാണം ഇനിയും പൂർത്തിയായിരുന്നില്ല. വിലക്കയറ്റം, തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ, കടബാധ്യതകൾ ഇവയെല്ലാം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിച്ചു. അതേസമയം ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും പുതുമയുള്ള സംരംഭങ്ങളും ചില രാജ്യങ്ങളിൽ ചെറിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. ആഗോള വ്യാപാരം പഴയ രീതിയിൽ തുടരാനാകില്ല എന്ന ബോധ്യം ശക്തമായി. പ്രാദേശിക ഉൽപാദനവും വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണവും അനിവാര്യമാണെന്ന ചിന്ത 2025 കൂടുതൽ ഉറപ്പിച്ചു. സാങ്കേതിക രംഗത്ത് 2025 മനുഷ്യ ചരിത്രത്തിലെ മറ്റൊരു തീരുമാന വർഷമായി. കൃത്രിമ ബുദ്ധി, ഓട്ടോമേഷൻ, ഡേറ്റ സയൻസ് ഇവ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ ആഴത്തിൽ കടന്നുകയറി. ആരോഗ്യരംഗത്ത് രോഗനിർണയവും ചികിത്സയും കൂടുതൽ കൃത്യമായപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിന്റെ രീതികൾ തന്നെ മാറുന്ന കാഴ്ചകൾ ലോകം കണ്ടു. എന്നാൽ ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം നൈതിക ചോദ്യങ്ങളും ഉയർന്നു. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം, സ്വകാര്യതയുടെ സംരക്ഷണം, അൽഗോരിതങ്ങളുടെ പക്ഷപാതം ഇവയെല്ലാം 2025 സാങ്കേതിക ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു. എന്ത് ചെയ്യാൻ കഴിയും എന്നതിനു പുറമെ എന്ത് ചെയ്യണം എന്ന ചോദ്യം കൂടുതൽ പ്രാധാന്യമർഹിച്ചു. പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും 2025 മനുഷ്യനെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. അത്യന്തം ചൂട്, കനത്ത മഴ, വരൾച്ച, കാട്ടുതീ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി തന്റെ മുന്നറിയിപ്പുകൾ തുടർച്ചയായി നൽകി. കാലാവസ്ഥാ മാറ്റം ഭാവിയിലെ പ്രശ്നമല്ല, ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണെന്ന സത്യം ഈ വർഷം കൂടുതൽ വ്യക്തമായി. അതേസമയം പുനരുപയോഗ ഊർജത്തിലേക്കുള്ള നീക്കങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ, പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഇവയെല്ലാം പ്രതീക്ഷയുടെ ചെറുവിളക്കുകളായി എന്നും പറയേണ്ടി വരും. 2025 ലോകത്തെ പഠിപ്പിച്ചത് പ്രകൃതിയോടുള്ള പോരാട്ടം കൊണ്ട് ജയിക്കാനാവില്ല, സഹജീവിതം മാത്രമാണ് മുന്നോട്ടു പോകാനുള്ള വഴി എന്നായിരുന്നു. ആരോഗ്യരംഗം 2025 പുതിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു. മഹാമാരിയുടെ അനുഭവങ്ങൾ ലോകത്തെ കൂടുതൽ തയ്യാറെടുപ്പുള്ളതാക്കി എന്ന തോന്നൽ പലയിടങ്ങളിലും ഉണ്ടായി. രോഗപ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ, പൊതുജനാരോഗ്യത്തിന്റെ പ്രാധാന്യം ഇവയെല്ലാം ഈ വർഷം കൂടുതൽ ശ്രദ്ധ നേടി. ആരോഗ്യത്തെ വെറും ചികിത്സയിലേക്ക് ചുരുക്കാനാകില്ല, സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങൾ അതിന്റെ ഭാഗമാണെന്ന ബോധ്യം വ്യാപിച്ചു. സാംസ്കാരികമായി 2025 ലോകത്തെ കൂടുതൽ ബന്ധിപ്പിച്ച വർഷമായിരുന്നു. കല, സാഹിത്യം, സിനിമ, സംഗീതം ഇവയെല്ലാം അതിർത്തികൾ മറികടന്ന് മനുഷ്യരെ ഒരുമിപ്പിച്ചു.
അതേസമയം സ്വന്തം ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും ശക്തമായി. ആഗോളവൽക്കരണത്തിനും പ്രാദേശികതയ്ക്കും ഇടയിലെ സുതാര്യമായ ഒരു ബാലൻസ് തേടുന്ന മനോഭാവം ലോകമെമ്പാടും പ്രകടമായി. മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ 2025 ഒരു നിർണായക വർഷമായി. സ്ത്രീകളുടെ അവകാശങ്ങൾ, കുട്ടികളുടെ സുരക്ഷ, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇവയെക്കുറിച്ചുള്ള ചർച്ചകൾ പല രാജ്യങ്ങളിലും ശക്തമായി. പുരോഗതി ഉണ്ടായിടത്തോളം തന്നെ പിന്നോട്ടുള്ള ചുവടുകളും ഉണ്ടായി എന്നതും തിരുത്തി വായിക്കണം. അവകാശങ്ങൾ സ്ഥിരമായി കാത്തു സൂക്ഷിക്കേണ്ടവയാണെന്നും ഒരിക്കൽ നേടിയത് കൊണ്ട് അവ ശാശ്വതമാകില്ല എന്നുമുള്ള പാഠം ഈ വർഷം വീണ്ടും ഓർമ്മിപ്പിച്ചു. 2025 അവസാനിക്കുമ്പോൾ ലോകം ഒരുപാട് ചോദ്യങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. സമാധാനം എങ്ങനെ സ്ഥിരതയാക്കാം? സാങ്കേതിക മുന്നേറ്റം മനുഷ്യ നന്മയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം? പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റാം? ഈ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമില്ല. പക്ഷേ 2025 ലോകത്തെ പഠിപ്പിച്ചത് ഇതാണ്: പ്രതിസന്ധികളിൽ മനുഷ്യകുലം തളരാം, പക്ഷേ പൂർണ്ണമായി തകർന്നു പോയില്ല. തെറ്റുകളിൽ നിന്ന് പഠിക്കാനും വേദനയിൽ നിന്ന് ശക്തിപ്പെടാനും അനിശ്ചിതത്വത്തിനിടയിൽ പോലും പ്രതീക്ഷ കണ്ടെത്താനും മനുഷ്യന് വീണ്ടും ശ്രമിക്കാൻ കഴിയും. 2025 ഒരു പൂർണ്ണമായ വർഷമായിരുന്നില്ല, പക്ഷേ സത്യസന്ധമായ ഒരു വർഷമായിരുന്നു. മനുഷ്യന്റെ ദൗർബല്യങ്ങളും ശക്തികളും ഒരുമിച്ച് തുറന്നു കാട്ടിയ ഒരു കാലം. ലോകമെന്നും പൂർണ്ണമായ സമാധാനത്തിലേക്കോ സമൃദ്ധിയിലേക്കോ എത്തിയിട്ടില്ല. എന്നാൽ മുന്നോട്ട് പോകാനുള്ള ദിശയെക്കുറിച്ചുള്ള ബോധ്യം ചെറിയതെങ്കിലും 2025 മനുഷ്യകുലത്തിന് സമ്മാനിച്ചു. അതാണ് ഈ വർഷത്തിന്റെ ഏറ്റവും വലിയ പൈതൃകം.